വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 16 വാക്യം 33. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈശോ ഒരിക്കലും നമുക്കൊരു മോഹന വാഗ്ദാനം നൽകിയിട്ടില്ല. എന്നെ അനുഗമിച്ചാൽ, എന്നെ സ്നേഹിച്ചാൽ, എന്നോട് പ്രാർത്ഥിച്ചാൽ സഹനമുണ്ടാവില്ല, വേദന ഉണ്ടാവില്ല, രോഗമുണ്ടാവുകയില്ല, ഇടർച്ചകൾ ഉണ്ടാവില്ല എന്ന് ഒരിക്കലും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല. ഈശോ തന്നെ പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന്. ഏത് സഹനത്തിലൂടെയും രോഗത്തിലൂടെയും കടന്നു പോയാലും ധൈര്യം അവലംബിക്കാൻ ഈശോ ആണിനെ പോലെ എല്ലാം അഭിമുഖീകരിച്ചു. അതുപോലെ യാഥാർത്ഥ്യബോധത്തോടെ അഭിമുഖീകരിക്കാൻ ഈശോയോട് പോലും എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നത് ലൂക്ക ഒരു ചിത്രകാരനും വൈദ്യനുമാണെന്നാണ് പറയപ്പെടുന്നത്. ഗെത്സമനിയില് ആ 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അവനെപ്പറ്റി വചനം പറയുന്ന മരണത്തോളം അസ്വസ്ഥനായി എന്നാ പറയുന്നത്. അവന്റെ ചെറിയ ഞരമ്പുകൾ പൊട്ടി വിയർപ്പ് തുള്ളി രക്തത്തുള്ളികളായിട്ട് മാറിയെന്ന ആ ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന ഇതാണ്: ദൈവമേ, അപ്പാ, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, ഇപ്പോഴേ ഞാൻ മരിക്കണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? എങ്കിലും എന്റെ ഇഷ്ടമില്ല, നിന്റെ ഇഷ്ടം പോലെ നടന്നുകൊള്ളട്ടെ എന്ന്. കണ്ണീരോടുള്ള പ്രാർത്ഥന കേട്ടിട്ട് പിതാവ് അവന്റെ പാനപാത്രം എടുത്തു മാറ്റിയില്ല. എങ്കിലും പ്രാർത്ഥന അവൻ കൂട്ടിച്ചേർക്കുകയാണ്. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന്. സ്വർഗത്തിൽ ഒരു ദൂതനെ അയച്ചു അവനെ ബലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ധ്യാനിച്ചാൽ പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്ന് അത്ര ഉറപ്പെനിക്കില്ല. പക്ഷെ എനിക്ക് ഒന്നുറപ്പുണ്ട്, ഒരു പ്രാർത്ഥനയും ഒരു ധ്യാനവും ഒരു ആരാധനയും പാഴായിട്ട് പോവില്ല. മുള്ളെടുക്കാനായിട്ട് കൃപ കൊടുത്തവൻ, പാനപാത്രം സ്വീകരിക്കാൻ ഉന്നതങ്ങളുടെ ശക്തി കൊടുത്ത ദൈവം ഉറപ്പായിട്ട് യാഥാർത്ഥ്യബോധത്തോടെ സഹനത്തെയായാലും ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള കരുത്തും ബലവും നമുക്ക് ലഭിക്കും. മാറ്റപ്പെടാത്ത മുള്ളുകളെ, മാറ്റപ്പെടാത്ത പാനപാത്രങ്ങളെ ധ്യാനപൂർവ്വം സ്വീകരിക്കാൻ ക്രൂശനായ ഈശോയിൽ നിന്ന്, ഗെത്സമനിയിലെ ഈശോയിൽ നിന്ന് നമുക്കും പാഠം പഠിക്കാം. പൂർണ്ണമായിട്ട് സ്വർഗീയ അപ്പാടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അമ്മയിൽ നിന്ന് കണ്ടുപഠിച്ച പാഠം, കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നീ നിറവേറ്റപ്പെടട്ടെ എന്ന് ഈശോ, പ്രിയപുത്രനായ ഈശോയിൽ നിന്ന് പഠിച്ച പാഠം, അപ്പാ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ നിറവേറ്റപ്പെടട്ടെ എന്ന്. നന്ദി.